സഹോദരാ, ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 500 രൂപയുടെ നോട്ടുണ്ടെങ്കിൽ അതൊന്ന് കയ്യിലെടുത്ത് നോക്കാമോ? ആ പേപ്പറിൽ എന്താണ് കൃത്യമായി എഴുതിയിരിക്കുന്നത്? ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 500 റുപ്പീസ്. അതായത് ഈ നോട്ട് കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് 500 രൂപ നൽകിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. തൊട്ടു താഴെ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പമുണ്ട്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം? നിങ്ങൾ ആ നോട്ടുമായി ചെന്ന് റിസർവ് ബാങ്ക് ഗവർണർക്ക് അത് തിരികെ നൽകിയാൽ അവർ അതിന് പകരമായി നിങ്ങൾക്ക് എന്ത് നൽകും? സ്വർണമോ? അതോ വെള്ളിയോ? അതോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ? ഇല്ല. പകരം അവർ പറയും, നിങ്ങൾക്ക് ഇതിന് പകരമായി വേറൊരു 500 രൂപ നോട്ടോ അല്ലെങ്കിൽ അതിന്റെ ചില്ലറയോ തരാം എന്ന്. അതായത് വെറുമൊരു പേപ്പറിന് പകരം മറ്റൊരു പേപ്പർ. അതിന് പിന്നിൽ ഭൗതികമായ മറ്റൊരു മൂല്യവുമില്ല. ഈ ഒരു സിസ്റ്റം, അതായത് പേപ്പറിന് പിന്നിൽ പേപ്പർ മാത്രം ബാക്കിംഗ് അഥവാ പിൻബലമുള്ള ഈ ഒരു രീതി നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ലോകത്ത് ആരംഭിച്ച ഒന്നാണ്. 1971 ഒരൊറ്റ മനുഷ്യന്റെ തീരുമാനത്തിൽ ലോകം മുഴുവൻ മാറിമറിഞ്ഞ ആ വലിയ കഥ, അത് ശരിക്കും തുടങ്ങുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന കാലത്താണ്. രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ കെടുതികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയം. തകർന്നടിഞ്ഞ ഈ ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ വീണ്ടും കെട്ടിപ്പടുക്കും എന്ന് ആലോചിക്കാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 44 രാജ്യങ്ങളുടെ പ്രതിനിധികൾ അമേരിക്കയിലെ ബ്രെട്ടൻ വൂഡ്സ് എന്ന മനോഹരമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടി. 1944 ജൂലൈ മാസത്തിൽ അവിടെ വെച്ച് ആ രാജ്യങ്ങൾ ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ തീരുമാനമാണ് ബ്രെട്ടൻ വൂഡ്സ് എഗ്രിമെന്റ്. അതിന്റെ കാതൽ വളരെ ലളിതമായിരുന്നു. ലോകത്തിലെ എല്ലാ കറൻസികളെയും അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിക്കുക. എന്നിട്ട് ആ ഡോളറിനെ കൃത്യമായി സ്വർണവുമായി ബന്ധിപ്പിക്കുക. അതായത് ആ ചങ്ങല പ്രവർത്തിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇന്ത്യൻ റുപ്പിയെ ഡോളറുമായി ബന്ധിപ്പിക്കും, ആ ഡോളറിനെ അതിന്റെ അളവിലുള്ള സ്വർണവുമായി ബന്ധിപ്പിക്കും. അന്ന് ഒരു ഔൺസ് സ്വർണത്തിന് $35 എന്ന നിരക്കിലാണ് വില ഫിക്സ് ചെയ്തത്. അതായത് ലോകത്തിൽ ആര് ചെന്ന് $35 നൽകിയാലും അമേരിക്ക അതിന് പകരമായി കൃത്യമായ അളവിൽ സ്വർണം നൽകും എന്നൊരു ഉറച്ച വാഗ്ദാനം. അത് പഴയ ആ ചുരുങ്ങാത്ത സ്കെയിൽ പോലെയായിരുന്നു. ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരൊറ്റ സിസ്റ്റം. ഏതാണ്ട് 25 വർഷത്തോളം ഈ സിസ്റ്റം ലോകത്ത് അതീവ ഗംഭീരമായി മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് അമേരിക്ക തങ്ങൾ തന്നെ കെട്ടുയർത്തിയ ഒരു വലിയ കെണിയിൽ ചെന്ന് വീണു. 1960കളിലേക്ക് എത്തിയപ്പോഴേക്കും അമേരിക്കയ്ക്ക് പ്രതീക്ഷിക്കാത്ത വലിയ ചെലവുകൾ വന്നു തുടങ്ങി. വലിയ പണം ആവശ്യമായി വന്ന വിയറ്റ്നാം യുദ്ധം, സോവിയറ്റ് യൂണിയനുമായുള്ള കടുത്ത ബഹിരാകാശ മത്സരം, ഒപ്പം രാജ്യത്തിനകത്ത് അവർ തുടങ്ങിയ വമ്പൻ നിക്ഷേപ പദ്ധതികൾ, ഇതിനൊക്കെ ധാരാളം പണം വേണ്ടി വന്നു. ഈ ചെലവുകൾക്കൊക്കെ വേണ്ടി വന്ന പണം ജനങ്ങളുടെ മേൽ നികുതിയായി കൂട്ടാൻ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വലിയ പേടിയായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ കണ്ണും പൂട്ടി ഡോളർ നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവിടെ വലിയൊരു നിയമപ്രശ്നം ഉണ്ടായിരുന്നു. ഡോളർ പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായ സ്വർണം തങ്ങളുടെ വോൾട്ടുകളിൽ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു നിയമം. ഈ നിയമമാണ് ആ സ്കെയിലിനെ ചുരുങ്ങാതെ വിശ്വസ്തയോടെ നിലനിർത്തിയിരുന്നത്. എന്നാൽ അമേരിക്ക ആ നിയമം പരസ്യമായി ലംഘിച്ചു. 1971 ആയപ്പോഴേക്കും അമേരിക്കയുടെ കയ്യിലുള്ള യഥാർത്ഥ സ്വർണത്തെക്കാൾ എത്രയോ മടങ്ങ് ഡോളർ നോട്ടുകൾ ആഗോള വിപണിയിൽ കറങ്ങി നടന്നു. ഇത് ലോകരാജ്യങ്ങൾ വളരെ വേഗത്തിൽ മണത്തറിഞ്ഞു. ഫ്രാൻസ് ആയിരുന്നു ഈ കളിയിൽ ആദ്യം പ്രതികരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗോൾ അതീവ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അമേരിക്കയോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള ഡോളറുകൾ മുഴുവൻ ഞങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചു തരാം, പകരം ബ്രെട്ടൻ വൂഡ്സ് കരാർ പ്രകാരം ഞങ്ങൾക്ക് അർഹതപ്പെട്ട സ്വർണം ഞങ്ങൾക്ക് തിരികെ തരും. അമേരിക്ക ആകെ ഞെട്ടിപ്പോയി. ഫ്രാൻസ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 10 കണക്കിന് ഡോളർ നോട്ടുകൾ വലിയ കപ്പലുകൾ കയറ്റി അമേരിക്കൻ തീരങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന് പകരമായി അമേരിക്കയുടെ ഫോർട്ട് നോക്സിലുള്ള വലിയ വോൾട്ടുകളിൽ നിന്നും യഥാർത്ഥ സ്വർണ്ണക്കട്ടകൾ, ഗോൾഡ് ബാർസ്, അതേ കപ്പലുകൾ തിരികെ കയറ്റി അവർ യൂറോപ്പിലേക്ക് മടങ്ങി. അമേരിക്കയുടെ ഫോർട്ട് നോക്സിലുള്ള വലിയ സ്വർണ്ണ വോൾട്ടുകൾ വളരെ വേഗത്തിൽ കാലിയാൻ തുടങ്ങി. ഇതേ അവസ്ഥ തുടർന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമേരിക്ക പൂർണ്ണമായും പാപ്പരാകുമെന്ന അവസ്ഥയിലെത്തി. ആ വലിയ പ്രതിസന്ധിയിലാണ് 1971 ഓഗസ്റ്റ് മാസത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആ നിർണായകമായ തീരുമാനം എടുക്കുന്നത്. 1971 ഓഗസ്റ്റ് 15 ഒരു ഞായറാഴ്ച രാത്രി പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ടെലിവിഷനിലൂടെ ലോകത്തോട് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കുന്ന ആ പഴയ രീതി ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. സഹോദര, ഇവിടെ ഒരു വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. താൽക്കാലികമായി, ടെമ്പററി എന്ന വാക്കാണ് അദ്ദേഹം അന്ന് ഉപയോഗിച്ചത്. പക്ഷേ ആ ഞായറാഴ്ച രാത്രി തുടങ്ങിയ ആ താൽക്കാലിക സംവിധാനം ഇന്നും ലോകത്ത് ഒടുക്കമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
അതോടെ ലോകത്തിലെ എല്ലാ കറൻസികളും ഒറ്റ രാത്രി കൊണ്ട് ഫിയറ്റ് കറൻസിയായി മാറി. സ്വർണമോ വെള്ളിയോ പോലെ ഒരു കമ്മോഡിറ്റിയുടെയും പിൻബലമില്ലാതെ പേപ്പർ സ്വതന്ത്രമായി. എന്താണ് ഈ ഫിയറ്റ് കറൻസി? ഗവൺമെന്റ് പറയുന്നു ഇത് പണമാണെന്ന്. അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കുന്നു. അതിനപ്പുറം അതിന് യാതൊരുവിധ ഭൗതികമായ പിൻബലങ്ങളുമില്ല. നോ ബാക്കിംഗ്. ചരിത്രത്തിൽ ഈ ഒരു സംഭവത്തെയാണ് നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നത്. നിക്സൺ ഷോക്കിന് ശേഷം പണത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 1970 മുൻപ് പണത്തിന് സ്വർണത്തിന്റെ ഒരു ശക്തമായ പിൻബലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിപണിയിലുള്ള പണം എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ വെറും ഒരു ഡിജിറ്റൽ അക്കം മാത്രമാണ്. നമ്മൾ എപ്പിസോഡ് 2 കണ്ട യാബ് ദ്വീപിലെ ആ വലിയ ചുണ്ണാമ്പ് കല്ലുകൾക്ക് പിന്നിൽ മനുഷ്യന്റെ കടുത്ത അധ്വാനമുണ്ടായിരുന്നു. ആ കല്ല് കടലിലൂടെ കൊണ്ടുവരാൻ ജീവൻ പണയം വെച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പണത്തിന് പിന്നിൽ ഗവൺമെന്റിന്റെ വെറും ഒരു വാഗ്ദാനമല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് നിങ്ങളുടെ NRE അക്കൗണ്ടിൽ കാണുന്ന ലക്ഷങ്ങളുടെ അക്കങ്ങളുടെ അവസ്ഥയും തികച്ചും ഇതുതന്നെയാണ്. സ്വർണവുമായുള്ള ആ പഴയ ബന്ധം വിട്ടതോടെ പണത്തിന്റെ യഥാർത്ഥ മൂല്യം കുത്തനെ ഇടിയാൻ തുടങ്ങി. നമുക്കിതിന്റെ കൃത്യമായ കണക്കുകളിലേക്കൊന്ന് വരാം. 1971 $100 കൊണ്ട് വിപണിയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞിരുന്ന അതേ സാധനങ്ങൾ ഇന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം $800 നൽകേണ്ടി വരും. അതായത് ഡോളറിന്റെ യഥാർത്ഥ മൂല്യം 88% ഇടിഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ രൂപയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. 1971 $1 വെറും 7.5 രൂപ മാത്രമായിരുന്നു വില. ഇന്ന് അത് ഏകദേശം 95 രൂപയ്ക്ക് മുകളിലെത്തി നിൽക്കുന്നു. അതായത് രൂപയുടെ പർച്ചേസിംഗ് പവർ 92% അധികമാണ് ഇടിഞ്ഞു പോയത്. ഇത് സംഭവിക്കുന്നത് നമ്മൾ പ്രവാസികൾ അധ്വാനിക്കാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മൾ പണ്ടത്തേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, ടെക്നോളജി വളരുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. എന്നിട്ടും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായ ആ പണം കൈകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉരുകിപ്പോവുകയാണ്. കാരണം അതിന് പിന്നിൽ യാതൊരുവിധ അസറ്റിന്റെയും പിൻബലമില്ല. പണം വെറുതെ സേവ് ചെയ്യുന്നവർ എപ്പോഴും തോൽക്കുകയും റിയൽ അസറ്റുകൾ കൈവശം വെച്ചവർ എപ്പോഴും വിജയിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സിസ്റ്റത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നിക്സൺ ഷോക്കിന് ശേഷം ലോകത്തിലെ ബാങ്കുകൾക്ക് വലിയൊരു അധികാരം കൈവന്നു. സ്വർണം എന്ന ആ പഴയ ബാക്കിംഗ് ഇനി ആവശ്യമില്ല. അതോടെ ബാങ്കുകൾക്ക് വായുവിൽ നിന്ന് വെറുതെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു ചേർന്നു. ഇന്ന് ലോകത്തിലെ 97% പണവും തികച്ചും ഡിജിറ്റലാണ് എന്ന് നമ്മൾ അറിയണം. ബാങ്കുകൾ ആളുകൾക്ക് ലോണുകൾ നൽകുമ്പോൾ വിപണിയിൽ പണത്തിന്റെ അളവ് കൂടുന്നു. വിപണിയിൽ പണം കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കുത്തനെ കൂടുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. ഓർക്കുക, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വിപണിയിൽ അവിചാരിതമായി ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ് അല്ല. അത് ഈ മോഡേൺ ബാങ്കിങ് സിസ്റ്റത്തിന്റെ തന്നെ ഡിസൈൻ ഫ്യൂച്ചറാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ പണം ജനിക്കുന്നത് തന്നെ കടത്തിൽ നിന്നാണ്, ഡെപ്റ്റ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. അതിന് 10% പലിശയുണ്ട്. ഔദുബില്ല. ബാങ്ക് ആ 1 ലക്ഷം രൂപ വായുവിൽ നിന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നു. പക്ഷേ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ആ 10% പലിശപ്പണം ഉണ്ടല്ലോ, അത് ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ എവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ പലിശപ്പണം വിപണിയിൽ വരണമെങ്കിൽ മറ്റൊരാൾ വിപണിയിൽ പുതിയൊരു ലോൺ എടുക്കണം. അതായത് നമ്മുടെ മണി സിസ്റ്റത്തിൽ കടമെന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ആണ്. ഈ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ആളുകൾ പുതിയ പുതിയ കടങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഇതൊരു മ്യൂസിക്കൽ ചെയർ മാതിരിയാണ്, കസേരകളി. സഹോദര, ഇതിൽ എപ്പോഴും ജയിക്കുന്നത് വലിയ കോർപ്പറേറ്റുകളും ഗവൺമെന്റുകളുമാണ്. എന്നാൽ തോറ്റുപോകുന്നത് രാത്രിയും പകലും ചോര നീരാക്കി അധ്വാനിക്കുന്ന, പണം ബാങ്കിൽ സേവ് ചെയ്ത് വെക്കുന്ന പാവം പ്രവാസികളായ സേവേഴ്സാണ്. ഇവിടെ എൻ്റെ വ്യക്തിപരമായൊരു നിരീക്ഷണം ഞാൻ പങ്കുവെക്കട്ടെ. എൻ്റെ വിശ്വാസപ്രകാരം ഇസ്ലാമിക് എക്കണോമിക്സിൽ പലിശ അഥവാ റിബ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തികച്ചും ഹറാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് പലർക്കും ഇതൊരു വെറുമൊരു മതപരമായ നിയമം മാത്രമായി തോന്നിയേക്കാം. എന്നാൽ ഇന്ന് ഈ മോഡേൺ ബാങ്കിങ് സ്ട്രക്ചർ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ ആ ഒരു വിസ്ഡത്തിന്റെ പിന്നിലെ എക്കണോമിക്സ് ലോജിക് എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ജന്മനാ തന്നെ തികച്ചും അസ്ഥിരമാണ്, അൺസ്റ്റേബിൾ ആണ്. ഇത് വെറുമൊരു റിലീജിയസ് സ്റ്റാൻഡ് മാത്രമല്ല, പച്ചയായ സ്ട്രക്ചറൽ ട്രൂത്ത് കൂടിയാണ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും റിയൽ അസറ്റുകളിലും യഥാർത്ഥ വാല്യൂ ക്രിയേഷന്റെയും സ്വന്തം കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള വരുമാനത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഒരു ചരിത്രം അങ്ങേയറ്റം പ്രസക്തമാണ്. അങ്ങനെയാണെങ്കിൽ മടങ്ങി വരുന്ന ഒരു പ്രവാസി സഹോദരൻ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? 3 കാര്യങ്ങൾ പറയാം. 1, നിങ്ങളുടെ NRE ബാലൻസ് എന്ന് പറയുന്നത് വിപണിയിൽ നിരന്തരം ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കറൻസിയിലാണ് ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
2, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ബാങ്കിലിടുന്ന പണം ബാങ്കുകൾ മറ്റുള്ളവർക്ക് ലോൺ നൽകാനാണ് ഉപയോഗിക്കുന്നത്. ആ ലോണുകൾ വിപണിയിൽ ഇൻഫ്ലേഷൻ കൂട്ടുകയും നിങ്ങളുടെ പണത്തിന്റെ മൂല്യം വീണ്ടും കുറയ്ക്കുകയും ചെയ്യുന്നു. 3, നിങ്ങളൊരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അവർ വായുവിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പണം ടൈപ്പ് ചെയ്തു തരുന്നു. പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതവും സമയവും പൂർണ്ണമായി പണയം വെക്കേണ്ടി വരുന്നു. സഹോദര, ബാങ്ക് ബാലൻസ് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സമ്പത്തല്ല. റിയൽ അസറ്റുകൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. എന്താണ് റിയൽ അസറ്റുകൾ? നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായ അസറ്റ് ഏതാണ്? എപ്പോൾ, എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ നിങ്ങൾ നടത്തേണ്ടത്? ഇത് വെറുമൊരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ, റിസ്ക് പ്രൊഫൈൽ, പ്രായം, നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്നിവയ്ക്കനുസരിച്ചുള്ള ഒരു കൃത്യമായ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഇതിന് ആവശ്യമാണ്. ഈ 7 എപ്പിസോഡുകൾ കണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗൗരവമായി ചിന്തിക്കുന്ന പ്രവാസി സഹോദരന്മാരുടെ മുന്നിലേക്ക് ഞാനൊരു പ്രത്യേക ക്ഷണം വെക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫ്രീ വെബിനാർ സെക്കൻഡ് ഇന്നിംഗ്സ് പ്രിപ്പറേഷൻ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക്, വെറും 90 മിനിറ്റുകൾ കൊണ്ട് ഈ സിസ്റ്റത്തിനപ്പുറത്തുള്ള നിങ്ങളുടെ റിയൽ അസറ്റ് ബിൽഡിംഗ് അപ്രോച്ച് എന്തായിരിക്കണമെന്ന് നമ്മൾ അതിൽ പങ്കുവെക്കും. നമ്മുടെ ഒരു ഫ്രീ വെബിനാറാണ്. എല്ലാ വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുമുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ ടൈം 11 മണിക്ക്, ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക്. നിങ്ങളുടെ ഗൾഫിലുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിന് മുമ്പ് അത് രജിസ്റ്റർ ചെയ്യണം. ഇത് ഒരു കൃത്യമായ സ്ട്രക്ചേർഡ് പാത്ത് ആയിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ഇതല്ലെങ്കിൽ ഇതിനോടൊപ്പമുള്ള വാട്സപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് പ്രവാസിതുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലായി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഈ വെബിനാർ തികച്ചും സൗജന്യമാണ്. പക്ഷേ നിങ്ങളുടെ 90 മിനിറ്റത്തെ അതീവ ഗൗരവമുള്ള കമ്മിറ്റ്മെൻറ്റ് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. വെറുതെ കാഷ്വലായി വന്നിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഫിറ്റ് ആവണമെന്നില്ല. അതല്ല, വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മടക്കം അത് അന്തസ്സോടുള്ളതാക്കാൻ നിങ്ങളുടെ സ്വന്തം സെക്കൻഡ് ഇന്നിങ്സിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണിത്. നമ്മൾ ഇതുവരെ ഒരുമിച്ച് സഞ്ചരിച്ച ആ യാത്ര, ഈ എപ്പിസോഡുകളൊന്ന് തിരിഞ്ഞു നോക്കാം. എപ്പിസോഡ് 1 പണം ഒരു ഉരുകുന്ന ഐസ് കട്ടയാണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു നിർത്തി. എപ്പിസോഡ് 2 പണമെന്നാൽ വെറുമൊരു വിശ്വാസമാണെന്ന് മനസ്സിലായി. എപ്പിസോഡ് 3 സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ച ബാർട്ടർ തിയറി അത് തെറ്റാണെന്ന് മനസ്സിലായി. എപ്പിസോഡ് നമ്പർ 4 പണം ജനിച്ചത് തന്നെ കടത്തിൽ നിന്നാണെന്ന് നമ്മൾ കണ്ടു. എപ്പിസോഡ് നമ്പർ 5 പേപ്പർ പണത്തിന്റെ വലിയ ചതിക്കുഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി. എപ്പിസോഡ് നമ്പർ 6 മോഡേൺ ബാങ്കിന്റെ ഞെട്ടിക്കുന്ന ഉത്ഭവം അത് കണ്ടു. ഇപ്പോൾ നിക്സൺ ഷോക്ക് എങ്ങനെ പണത്തെ വെറും മായയാക്കി മാറ്റിയെന്ന് നമ്മൾ ഇതിൽ കണ്ടു. ഗ്ലോബൽ സിസ്റ്റം ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തളർന്നു പോയിട്ടോ പരാതിപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല. ഇതൊരു വലിയ അവസരമായി കണ്ട് ബുദ്ധിപരമായ മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. നമ്മുടെ ഈ സീരിയലിന്റെ ഫൈനൽ ചാപ്റ്റർ അടുത്ത എപ്പിസോഡിൽ റിയൽ വെൽത്ത് ബിൽഡിങ്ങിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. വരുന്ന തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് അത് റിലീസ് ചെയ്യും. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വയ്ക്കൂ. ഇത് യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടിയുള്ള ഒരു ചാനലല്ല. പരസ്യം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലത്. ശരിക്കും ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് എത്താൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ സഹായിച്ചേക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം.